വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിയിട്ട് അങ്ങനെ ഷോ കാണിക്കുന്നത്. ചേട്ടാ ചേട്ടന്റെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ചേട്ടാ ഫിഗർ കാണിക്കുന്നത് പറഞ്ഞിട്ട്. ചേട്ടാ ചേട്ടാ ഒരു ഈ വരുന്ന ആള് വല്ലതും ആണോ? ഈ വരുന്നവൻ അതോ ഈ വരുന്നവൻ വല്ലതും ആണോ? ഹായ് നമസ്കാരം, അജാസ് സൈന്യത്തിനാണേ. നമ്മുടെ കൊട്ടാരക്കര പുത്തൂര് ബാബു ചേട്ടന്റെ അബ്ബരൻ എന്ന് കരുതി ഒരുത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ബാബു ആന്റണി ആണോ എന്തുവാ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ബാ. എന്തേ കാണുന്നില്ലല്ലോ? രണ്ടുപേരും ഇപ്പൊ കുറച്ചു മുമ്പേ പോയായിരുന്നു. ഇനി ഇതേ ഒരുത്തം വരുന്നുണ്ട്. അത് ബാബു ആന്റണി ആണോ അതോ ശശിയാണോ കുമാറാണോ സൂണനാണോ ആരാന്നൊന്നും അറിയത്തില്ല. തല്ലി കിട്ടുമെന്നും അറിയത്തില്ല. നിർത്തോ, നിങ്ങൾ ബാബു ആന്റണിയുടെ ആരാടാ? ബാബു ആന്റണിയുടെ അപരൻ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന പുള്ളി ഇയാളല്ല ഇയാളല്ല. പുള്ളി ഒന്ന് പേടിച്ച് എന്തുവായാലും ഈ റോഡിൽ കൂടെ പോകുന്നത് നമ്മള് അറിഞ്ഞു. ഒന്ന് നോക്കാം വരുമോ ഇല്ലയോ. അതുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫിഗർ കാണിക്കുന്ന ബാബു ആന്റണി ചേട്ടന്റെ. ബാബു ആന്റണി ചേട്ടന്റെ ഫിഗർ കാണിക്കുന്ന ആളാണ്. ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതായിരുന്നു. ചേട്ടനെ ഒന്ന് ഇവിടെ കിടന്ന് നാട്ടുകാരുടെ മുമ്പിൽ കൂടെ ഷോ കാണിക്കുന്നൊക്കെ അറിഞ്ഞായിരുന്നു. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയായിരുന്നു. ചേട്ടൻ ഇവിടെ ഷോ കാണിക്കുന്നു പറഞ്ഞു. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണമെന്ന്. ഷോ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതായിരുന്നു. ചേട്ടാ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിയിട്ട് അങ്ങനെ ഷോ കാണിക്കുന്നത്. ചേട്ടാ ചേട്ടന്റെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ചേട്ടാ ഫിഗർ കാണിക്കുന്ന പറഞ്ഞിട്ട്. ചേട്ടാ ചേട്ടൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളെ ചാനലിൽ നിന്ന് വന്നതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ബാബു ആന്റണി. മര്യാദ വേണ്ടടാ വണ്ടിയുടെ ഫ്രണ്ടിൽ ചാടിയിട്ട്. അല്ല ചേട്ടാ, ഞാൻ കുറെ നേരം കൊണ്ട് നോക്കിക്കാൻ ചേട്ടാ, അതാ ആരും നിർത്തിയില്ല. നമ്മളെ ഒരുപാട് ചാനലിൽ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മാതിരി ഇതാണ് നമ്മുടെ ബാബു ചേട്ടന്റെ ഫിഗർ കാണിക്കുന്നത്. സുജിത് ബാബു സുജിത്ത്. അതൊക്കെ ആയിക്കോട്ടെ, ഇനി ഇങ്ങനെയുള്ള പണിയൊന്നും കാണിക്കരുത് കേട്ടോ. ഓ ഇല്ല ഓക്കെ ചേട്ടാ, ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ ചാനലിൽ നിന്ന് വന്നതായിരുന്നേ. ഏത് ചാനലിൽ നിന്ന്? നമ്മളെ പത്തനാപുരത്ത് ചെറിയൊരു ചാനൽ, ഡ്രീം ട്രാവൽ എന്ന് പറയുന്ന ചാനൽ. ചെറിയ ചാനലൊക്കെ ഇങ്ങനെ വലുതാവുന്നത് നമ്മളൊക്കെ സാധാരണപ്പെട്ട നമ്മളെയൊക്കെ നിങ്ങൾ തേടി എത്തിയിട്ട്. ഓക്കെ, ഇത് പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ ചാനലിലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറയാം. നമ്മുടെ ഭാഗ്യമാണത്. അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് ബാബു തന്നെ ചേട്ടൻ അതേപോലെ രൂപം തന്നെ ഇരിക്കുക. പുള്ളികളുടെ ആരാധന ഇഷ്ടം കൊണ്ട് ഹൈറ്റും അല്ല, അതല്ല മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇതുണ്ടോ കാണിച്ചു ഈ കുരിശ് കമ്മല്. പിന്നെ പുള്ളിയുള്ള അമിതമായ ആരാധനയാണ്. അന്നേരം അത് ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളെപ്പോലുള്ള മീഡിയ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തെങ്കിൽ പോലും ഒരുപാട് മീഡിയക്കാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വരെ എത്തിയത്. അപരൻ എന്ന വെളിപ്പേരിലോട്ട് വരാനുള്ള, അതിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഇതുണ്ട്. കുട്ടിക്കാലം തൊട്ടേ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അളിയൻ ക്രിക്കറ്റ് കളിക്കാൻ ഇവിടെ അളിയൻ പറയുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കൂടെയുള്ളവരെല്ലാം സപ്പോർട്ടിന്റെ ഫലം അതിനൊരു ആവേശമായി മാറിയാണ് ഈ ബാബു ആന്റണി സാറിലേക്കുള്ള. പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സിനിമകളൊക്കെ സാറിന്റെ എല്ലാ സിനിമകളും കാണുമായിരുന്നു. അങ്ങനെ സാറിനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ് ഈ കോട്ടൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് സാറിന്റെ കണക്കുള്ള ഷൂസ് സംഭവമൊക്കെ ഇട്ട് സാറിന്റെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ അത്യാവശ്യം കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറാനുള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ബാബു ആന്റണി സാറിന് ഇപ്പൊ എല്ലാവരും അറിയുന്നെങ്കിൽ അതിനെ അറിയിച്ച ചില ആൾക്കാരുണ്ട്. ഒന്ന് അനസ് എന്ന് പറഞ്ഞ സാറ്, പിന്നെ സാറിന്റെ വലിയ മനസ്സാണ്. അതേപോലെ രതീഷ് എന്ന് പറഞ്ഞ സാറ്, ഇവർ രണ്ടുപേരാണ് ബാബു ആന്റണി സാറിലേക്ക് ഇത് അറിയിക്കാൻ ഏറ്റവും കൂടുതലായത്. സോഷ്യൽ മീഡിയ. പിന്നെ അതുപോലെ തന്നെ ജീപ്പിനകത്ത് വരുന്ന വീഡിയോ എടുത്തത് അതാണ് ബാബു ആന്റണി സാർ ഇപ്പോഴും ബാബു ആന്റണി സാർ ഇട്ടേക്കുന്നത്. അതെടുത്ത സുഹൈലിക്കയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കോർത്തിണക്കി എടുത്ത ശ്യാം ചേട്ടൻ. അങ്ങനെ കുറേ സുഹൃത്തുക്കൾ, ശ്യാമേട്ടൻ്റെ വീട്ടിലൊരു സാറുണ്ടായിരുന്നു. ഇവര് അങ്ങനെ പിന്നെ ഈ വീഡിയോ ഏറ്റെടുത്ത് ലോകം മൊത്തം ഏറ്റെടുത്ത് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകര്, ഇവരെല്ലാവരുടെയും വലിയ സ്നേഹം കൊണ്ടാണ് ഇപ്പം ബ്രോ വരെ ഇപ്പം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ ഒരുപാട് പേര് ഇങ്ങനെ വരാനുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ചേട്ടത്തിലിനെ. നമ്മൾ ആദ്യം ബൈക്കിനകത്ത് വന്ന് പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളി അടുത്ത് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ കൂടെ ഞങ്ങളുടെ വീഡിയോ ഉണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ അന്നേരം തന്നെ വന്ന് പുള്ളിക്കാരെ ഇപ്പൊ നമസ്കാരം.
പേരെന്തായിരുന്നു? ജയൻ എഴുകോൺ. ഞാൻ എന്തിനും പറഞ്ഞിട്ടൊന്നും ക്ഷമിക്കണേ. ഇല്ല, ഇല്ല. നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ ജോലി എന്ത്? ഞാൻ ടൈൽസിന്റെ വർക്ക്. ടൈൽസിന്റെ പണി. അതെ. ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ നല്ല പാട്ടാണ്. ഞാൻ ചേട്ടാ നമുക്കൊരു ബ്രോയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടാം. മിണ്ടാതെടി കുയിലേ കണ്ണനുണ്ണി ഉറങ്ങണ നേരത്ത് മൂളാതെടി മൈനേ മണിക്കുട്ടൻ ഉറങ്ങണ സമയത്ത് പോകൂ കാറ്റേ തളിർ വിരൽ തൊടാതെ ഓ ഓ ഓ. അടിപൊളി. നമസ്കാരം. താങ്ക്സ് ഉണ്ട്. ഇതെല്ലാം പിന്നെ മിമിക്രി ചെയ്യുന്നുണ്ടോ? മിമിക്രി ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ ആങ്കറിങ് ഉണ്ട്. അതൊന്ന് പ്രേക്ഷകർക്കൊന്ന്. നമ്മുടെ പഞ്ചാബിയോസ് സിനിമയ്ക്കകത്ത് എല്ലാവരും കണ്ട സിനിമയില്ലേ പഞ്ചാബിയോസ്? എന്നിട്ട് അതിനകത്ത് പിന്നെ കൊച്ചിൻ ഹനീഫയും ദിലീപേട്ടനും ഹരിശേഷേട്ടനോട് ബോട്ട് ചോദിക്കാൻ വേണ്ടി പഞ്ചാബികൾ ബോട്ട് കൊണ്ടുപോയല്ലേ? അന്നേരം അത് ചോദിക്കാൻ വേണ്ടി പഞ്ചാബികളുടെ ഇടയിലേക്ക് വരുക. എന്നിട്ട് അവിടെ വലിയൊരു ഗുസ്തി മത്സരം നടക്കുക. ഹരേ സോണിയ എന്നൊക്കെ വിളിക്കുന്നത്. അന്നേരം അതിനകത്ത് ഓരോ തടിമാടം പോലുള്ളവരെയൊക്കെ ഇങ്ങനെ എടുത്ത് മലർത്തി അടിക്കുന്നത്. അന്നേരം ജനാർദ്ദൻ ചേട്ടനാണ് തലയിൽ കെട്ടിയിട്ട് പഞ്ചാബികളുടെ നടക്കുന്നിട്ട് എടാ അങ്ങനെയല്ല മലർത്തി അടിക്ക് എന്ന് പറയുന്ന സീനാ. അന്നേരം ഹനീഫയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് സംഭവം. എടാ അങ്ങനെയല്ല മലർത്തിയടിക്ക് അങ്ങനെ തന്നെ എന്ത് ബോട്ട് എടാ ഇവിടെ ബോട്ടുമില്ല ബോട്ടിലുമില്ല കാശോത് ചാള വെച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല കേരളമാണ്. വിളശിക്കഴിഞ്ഞാൽ കടപ്പുറ വിളകും തട്ടിക്കളയുന്നല്ലേ എത്തപ്പൊട്ട് സർദാർച്ചി കരക്കര പറഞ്ഞിട്ടില്ല. ആശാനും എടുത്താണ് പറഞ്ഞേ ബോട്ടി വെച്ച് പാവം മറന്നുപോയതാ. എടാ നീ പറയും നിനക്കറിയില്ല ഞങ്ങൾ പഞ്ചാബികളുടെ ശക്തി എന്താണെന്ന്. ചുടയുണ്ടെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ് എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അടിച്ചു വളർത്ത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ബോട്ട് ഞാൻ വെറുതെ തരാം. അപ്പൊ കാശ അതും വെറുതെ തരാം. എന്ത് ധൈര്യം ചോർന്നു പോയോ? അടിപൊളി അടിപൊളി പൊളിച്ചു കേട്ടോ. ഒറിജിനൽ ഞാൻ നെട്ടിപ്പോയി. അതാണ് രണ്ടുപേരും. ഇതുപോലെ തന്നെ നമ്മുടെ TS രാജു സാറില് സംഭവം പറയാം. ഈ ഇടയ്ക്ക് വെച്ച് സോഷ്യൽ മീഡിയ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ചില സംഭവങ്ങൾ. അങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ അദ്ദേഹം മരിച്ചു എന്നൊരു വാർത്ത പോസ്റ്റ് വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോകണ്ടായിരുന്നു. എന്നിട്ട് അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ നീ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞൊരു ഡയലോഗാണ് രമേശ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു സംഭവം ഒന്ന് ചെയ്യാം. TS രാജു സാറിൻ്റെ ആ ഒരു സംഭവം. എടാ രമേശ ഞാൻ ചത്തിട്ടൊന്നുമില്ല കേട്ടോടാ കേട്ടോ ഞാനിപ്പോഴും നല്ല പയറ് പോലെ നിൽക്കുക. നീ എനിക്ക് വേണ്ടി പള്ളിയിൽ പോയി കുമ്പസാരിക്കുമെന്ന് ചെയ്യല്ലേ ദൈവം ഉണ്ടാവും കേട്ടോടാ വാടാ ഒരു കുസ്തിക്ക് വാടാ ഈ പറഞ്ഞ സാധനേ പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തറിയാമോ? എടാ രമേശ ഞാൻ ചത്തിട്ടൊന്നുമില്ല കേട്ടോടാ കേട്ടോ. സൂപ്പർ. അപ്പൊ അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാ പരിപാടിക്ക് വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റും? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം. അന്നേരം നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെക്കും, കോൺടാക്ട് നമ്പർ വെക്കും. അന്നേരം പ്രോഗ്രാമിന് നിങ്ങൾ വിളിക്കണം. തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാം അടിച്ചു പൊളിക്കാം. ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട് അല്ലേ ചേട്ടാ? അന്നേരം നമുക്ക് സെറ്റാക്കാം. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്തവരിലേക്ക് എത്തിക്കുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് നല്ലൊരു പഞ്ചോട് കൂടി അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? അങ്ങനെ കമോൺ. അപ്പൊ നമ്മുടെ വീഡിയോ ആണ് പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു പഞ്ച്.